തലേന്ന് അരച്ച് വെച്ച വെള്ളപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മുമ്പ് ഞാൻ വെള്ളപ്പം ചുടുമ്പോൾ നന്നാവാറില്ലായിരുന്നു. പിന്നെ അത് റെഡിയാവാൻ തുടങ്ങി കേട്ടോ. പക്ഷേ എന്നും അത് അരച്ചെടുത്ത് പിറ്റേ ദിവസം രാവിലെ ചുടുമ്പോൾ ഒരു പ്രാർത്ഥനയാണ്, ഇതെങ്കിൽ നന്നാവണേന്ന്. ശരിയാണ്, ഫസ്റ്റത്തെ ചുടലിൽ നിന്ന് അടിപൊളിയായിട്ട് വെള്ളപ്പം കിട്ടിയിട്ട് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതിലേക്ക് കടലക്കറിയാണ്, അതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കടുകും ചേർത്ത് നന്നായിട്ടൊന്ന് വറവിട്ടു. അടിപൊളി നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പണിക്കാരുണ്ടായിരുന്നു. നല്ല 12 മണിക്ക് നല്ല ഉച്ച വെയിലാണ്. അപ്പോൾ ആ സമയത്ത് പണിയെടുക്കുന്ന വല്ലാത്ത സങ്കടം തോന്നി. അതിലേക്ക് 2 മാങ്ങ അവർക്ക് വേണ്ടി ജ്യൂസ് അടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സമയമായിട്ട് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യക്കൂട്ടൻ വെയിലത്ത് പോകാൻ തണലത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അവന് തന്നെ മടുത്തുപോയി ആ വെയിൽ കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നെറ്റല്ല ഗ്രാസ് വിരിക്കുന്ന തിരക്കിലാണ് അവർ കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ട് അവർക്ക് ചായയാണ്. അപ്പോൾ ഒരു ഏലക്കായിട്ട് ചായ കൊടുക്കാനായിട്ടോ തീരുമാനിച്ചത്. ആ ഒരു പ്രത്യേക റിഫ്രഷാണല്ലേ ആ ചായ കുടിക്കുമ്പോഴത്തേക്ക്. അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് വെച്ച പാത്രം ഇപ്പോഴല്ലേ കണ്ടുപിടിക്കാൻ പറ്റിയത്. അതിന് 2 കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ലല്ലോ അല്ലേ. അപ്പോൾ ചായ റെഡി ആയിട്ടോ. അപ്പോൾ അവർക്ക് ചായ സെർവ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി പേരില്ല, ആകെ 4 പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഭക്ഷണവും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള സ്നാക്സ് എന്ന് വെച്ചാൽ കുറച്ച് മിച്ചറുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള നുറുക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മക്കുട്ടി തക്ക സമയത്താണ് കയറി വന്നത് സ്കൂൾ വിട്ടിട്ട്. അപ്പോൾ അവൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കഴിക്കണം തോന്നി. അങ്ങനെ മേല് പോലും കഴിയാതെ കൈ മാത്രം കഴുകി അവൾ ചായ കുടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.